ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഇനി ഉപവാസം. ഒരിക്കൽ 1960 ഭഗവാൻ പ്രസ്താവിച്ചു, ഇനി കുറച്ചു കാലത്തേക്ക് ഒരു ഗ്ലാസ് തൈര് മാത്രമേ ഒരു ദിവസം കഴിക്കൂ. നീണ്ട 36 ദിവസം അത് തുടർന്നു. ഭഗവാന്റെ ശബ്ദത്തിനോ മിഴികളിലെ തിളക്കത്തിനോ ഊർജ്ജസ്വലതയ്ക്കോ ജോലിക്കോ ഒരു കുഴപ്പവും കുറവും ഉണ്ടായില്ല. ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ബലഹീനതയും കാണപ്പെട്ടില്ല. അമ്മയും ഭക്തജനങ്ങളും വല്ലാത്ത ദുഃഖത്തിലായി. അവർ പ്രാർത്ഥന തുടങ്ങി. സ്വാമിയുടെ മൗനവും നോട്ടവുമായിരുന്നു മറുപടി. ഒരു ദിവസം കസ്തൂരി ഭഗവാനെ സമീപിച്ച് പ്രാർത്ഥിച്ചു, പഴയ ദിനചര്യ സ്വീകരിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി കുറച്ചെങ്കിലും ആഹാരം കഴിക്കണേ. സ്വാമി ചോദിച്ചു, എന്തിന്? എനിക്കെന്താ, ക്ഷീണമുണ്ടോ? പഴയതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നില്ലേ? ദിവസം മുഴുവൻ ഞാൻ തിരക്കിലല്ലേ? കസ്തൂരി മൂകനായി തിരിച്ചു പോന്നു. അമ്മ പക്ഷേ പ്രാർത്ഥനയിലും ജപത്തിലും ഉറച്ചു നിന്നു. ഒടുവിൽ ഭഗവാൻ അയഞ്ഞു. ഇതിനകം 36 ദിവസം കഴിഞ്ഞിരുന്നു. അമ്മയുടെ പ്രാർത്ഥന മൂലം ഭഗവാൻ ഭക്ഷണത്തിനു മുന്നിൽ വന്നിരിക്കലും സ്പർശിക്കലും വല്ലതുമെടുത്ത് നാവിൽ വയ്ക്കലുമൊക്കെ പഴയതുപോലെ ആരംഭിച്ചു. ശ്രീകൃഷ്ണ ദർശനം. ഒരിക്കൽ തീർത്ഥാടന വേളയിൽ സായികൃഷ്ണനൊപ്പം ദ്വാരക സന്ദർശിക്കാനും അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി. ഭഗവാൻ വരുന്നതറിഞ്ഞ് ദ്വാരകയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം തിങ്ങി നിറഞ്ഞു. തിരക്കുമൂലം ഭഗവാൻ ക്ഷേത്രത്തിനകത്ത് കടന്നില്ല. അങ്കണത്തിൽ തന്നെ നിലയുറപ്പിച്ചു. യാത്രാസംഘത്തിലുള്ളവർക്ക് ശ്രീകോവിലിലെ ഭഗവത് വിഗ്രഹം കണ്ണിറയെ കാണാനും കഴിഞ്ഞില്ല. അമ്മയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ദ്വാരകയിൽ നിന്ന് യാത്രയായി. കുറേ ദൂരം പോയപ്പോൾ ദ്വാരക ആഴ്ന്നുപോയ കടൽ തീരത്ത് കാറുകൾ നിർത്താൻ ഭഗവാൻ പറഞ്ഞു. സ്വാമി മണൽ പരപ്പിലിരുന്നു. ചുറ്റും ഭക്തരും. സ്വാമി മണൽക്കൂനയുണ്ടാക്കി. പിന്നീട് ഇച്ഛാശക്തിയാൽ മണൽ വിഭൂതിയും പഞ്ചസാരയും ദേവതാ സ്വരൂപങ്ങളും ഒക്കെയായി മാറ്റി. അത് ഓരോരുത്തർക്കും കൊടുത്തു. പിന്നീട് ചോദിച്ചു, എത്ര പേർക്ക് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ ദർശനം സാധ്യമായില്ല? കുറേ കൈകൾ ഉയർന്നു. ഈശ്വരാമ്പ പറഞ്ഞു, എനിക്കും നല്ല ദർശനം കിട്ടിയില്ല സ്വാമി. പക്ഷേ ആദ്യം അകത്തു കടന്നതിൽ ഗൃഹമമ്മായിയും ഉണ്ടായിരുന്നില്ലേ? സ്വാമി തിരിച്ചു ചോദിച്ചു. ശരിയാ, പക്ഷേ എന്തൊരു തിരക്ക്! ശ്രീകോവിലിൽ ചന്ദനത്തിരിയുടെ പുക മാത്രമേ കാണാനായുള്ളൂ. അമ്മ പറഞ്ഞു. ശരി ശരി, വിഷമിക്കണ്ട. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള അത്ര സമയം ഭഗവാനെ കാണാം. മുന്നിലെ മണൽക്കൂന ബാബ നിരപ്പാക്കി. തിരുവിരലുകൊണ്ട് എന്തോ അതിൽ വരയ്ക്കാൻ തുടങ്ങി. ദാ ഇപ്പോൾ ഇവിടെ അവിടുന്ന് വന്നു കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം മണലിൽ വരച്ചതിന് താഴെ വിരലുകളാഴ്ത്തി അതിമനോഹരമായ ഒരു സ്വർണ്ണ വിഗ്രഹം, 18 ഇഞ്ച് നീളമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം അവിടുന്ന് വലിച്ചു പുറത്തെടുത്തു. ചുറ്റിനുമുള്ളവരുടെ അവസ്ഥ ആലോചനാമൃതം, ധ്യാനയോഗ്യം. ഒടുവിൽ ആ വിഗ്രഹം നവനഗർ രാജമാതാക്ക് സ്വാമി സമ്മാനിച്ചു. ഒരു പരമരഹസ്യം. 1972 സ്വാമി അവതാര ദൗത്യത്തിൽ ഈശ്വരാമ്പ തൻ്റെ ഭാഗം അഭിനയിച്ചു തീർന്ന വർഷം. വൈറ്റ്ഫീൽഡിലുള്ള വൃന്ദാവനിൽ 800 കുട്ടികൾക്കായി ഭഗവാൻ 1 മാസം നീണ്ട സമ്മർ ക്ലാസ് ആസൂത്രണം ചെയ്തു. അമ്മയ്ക്കും അതിൽ പങ്കുകൊള്ളാൻ ആഗ്രഹമായി. ഭഗവാൻ അനുവദിച്ചു. അമ്മയും ഒരു പേരക്കുട്ടിയും കൂടി സ്വാമി താമസിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ താഴെ താമസമാക്കി. ഭാരതീയ സംസ്കാരവും ആത്മീയതയും ആയിരുന്നു വിഷയം. അമ്മ ശരിക്കും അതിൽ പങ്കെടുത്തു, സേവനം ചെയ്തു. 11 ദിവസം കഴിഞ്ഞു. അന്ന് ഷിർദിമായെ പെദ്ദപൊട്ടു അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഷിർദി പർത്തി അവതാരങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സുഹൃദിനിയാണ് ശാരദാഗള്ളി എന്ന പെദ്ദപൊട്ടു. അമ്മ ഷിർദിമായെ വിളിച്ച് അതീവ രഹസ്യമായി പറഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായി, പക്ഷേ അത് പരമരഹസ്യമാണ്. എന്താണത്? ഈശ്വരാമ്പയോട് ചേർന്നിരുന്ന് ഷിർദിമ തിരക്കി. നമ്മുടെ സ്വാമി ഈശ്വരൻ തന്നെ. അമ്മ സാവകാശം ആലോചനയിൽ ആണ്ടുപോയതുപോലെ പറഞ്ഞു. ഷിർദിമ അത് കേട്ട് മെല്ലെ ചിരിച്ചു. എന്താ ചിരിച്ചത്? ഈശ്വരാമ്പ വിഷമത്തോടെ തിരക്കി. അല്ല, ഞാൻ കളിയാക്കി ചിരിച്ചതല്ല. ഒടുവിൽ അമ്മയ്ക്ക് ആ സത്യം വെളിപ്പെട്ടല്ലോ, അതോർത്ത് സന്തോഷം തോന്നി, അതുകൊണ്ട് ചിരിച്ചതാ. എന്താ കാര്യം? എന്നോടും പറയൂ. ഷിർദിമ പ്രോത്സാഹിപ്പിച്ചു. ഈശ്വരാമ്പ അടക്കത്തിൽ പറഞ്ഞു. 3-4 ദിവസമായി എനിക്ക് പനിയാണെന്നറിയാമല്ലോ.
അപ്പോൾ സ്വാമി അരികിൽ വന്നു. സ്വപ്നത്തിലാണോ? അല്ല, ശരിക്കും. ഞാൻ കിടക്കയിൽ കിടക്കുകയായിരുന്നു. വല്ലാത്ത അസ്വസ്ഥത, ശരീരം മുഴുവൻ വേദന. സ്വാമി അരികിലെത്തി ചോദിച്ചു, എങ്ങനെയുണ്ട്? ശരീരം മുഴുവൻ നോവുന്നു സ്വാമി. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമിയെ നോക്കി. അപ്പോൾ ഞാൻ കണ്ടത്... ഈശ്വരാമ്പ നിർത്തി. ശ്രദ്ധിമ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. വല്ലാത്ത ഭാവം അമ്മയുടെ മുഖത്ത് നിറഞ്ഞു. അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി, ഞാൻ കണ്ടത് കോദണ്ഡപാണിയായ സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തിയെ. പെട്ടെന്ന് ഞാൻ കൂപ്പുകൈയോടെ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. അതോടെ പുഞ്ചിരി തൂക്കി നിന്ന ശ്രീരാമചന്ദ്ര സ്വരൂപം മങ്ങി മറഞ്ഞു. തൽസ്ഥാനത്ത് നമ്മുടെ സ്വാമി ഭഗവാൻ എനിക്ക് വിഭൂതി നൽകിക്കൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, പനി മാറും. ഭാഗ്യവതി. ശ്രദ്ധിമ ഈശ്വരാമ്പയെ തൊട്ടു തൊഴുതുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഞാൻ വരുന്നു. മെയ് 5-ന് സ്വാമി അമ്മയോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല സ്വാമി, ഒരാഗ്രഹവുമില്ല. ഞാൻ സമസ്ത ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിക്കഴിഞ്ഞു. എനിക്ക് തൃപ്തിയായി. എല്ലാ ദേവീദേവന്മാരെയും ഞാൻ കണ്ടു. അമ്മ സംതൃപ്തിയോടെ പറഞ്ഞു. ഭഗവാൻ അമ്മയുടെ മനസ്സിനകത്തേക്ക് ഉറ്റുനോക്കി. പിന്നെ 500 രൂപ കൊടുത്തുകൊണ്ട് അരുളി, ഇതാ, ഇഷ്ടമുള്ളത് ബസാറിൽ പോയി വാങ്ങിക്കൂ. പേരക്കുട്ടിക്ക് ജന്മദിനത്തിൽ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ അമ്മയ്ക്ക് ആഗ്രഹമുള്ളതായി അന്തര്യാമിയായ വിഭുവിന് അറിയാമായിരുന്നു. സ്വാമി കൂട്ടിന് ആളെയും വിട്ടു. അങ്ങനെ മനസ്സിൽ മറഞ്ഞു കിടന്ന ആഗ്രഹവും ഭഗവാൻ പൂർത്തീകരിച്ചു. ഈശ്വരാമ്പ പോകേണ്ട സമയമായി. പണ്ടൊരിക്കൽ അമ്മ ഭഗവാനിൽ നിന്ന് ഒരു വരം നേടിയിരുന്നു. ശരീരം ഉപേക്ഷിക്കുന്ന വേളയിൽ ഭഗവാനെ സ്മരിക്കാൻ ഇടവരണേ. സ്വാമി അനുഗ്രഹിച്ചു. മെയ് 6-ന് അതിനുള്ള ലീലയും അരങ്ങേറി. മെയ് 6 രാവിലെ നഗരസങ്കീർത്തനം കഴിഞ്ഞു. അമ്മ പ്രാതൽ കഴിഞ്ഞ് കാപ്പി കുടിക്കുന്നു. സമീപം വെങ്കമ്മ ഉണ്ട്. സ്വാമി മുകളിലെ നിലയിൽ, കൂടെ VK ഗോഗക്കും. പെട്ടെന്ന് ഈശ്വരാമ്പയുടെ ശബ്ദം ഉയർന്നു കേട്ടു. സ്വാമി, സ്വാമി, സ്വാമി. ഞാൻ വരുന്നു, പോകല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമി താഴേക്ക് കുതിച്ചു. ഗോഖക്ക് അന്തിച്ചുപോയി. ഒന്നും മനസ്സിലായില്ല. സ്വാമി ഉടൻ താഴെ എത്തി. ഈശ്വരാമ്പയുടെ നീട്ടിയ കരങ്ങളിൽ സ്വാമി തൃക്കരം വെച്ചു. സ്വാമി, ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. ഈ വേനൽ ക്ലാസുകൾ കുട്ടികൾക്ക് മാത്രമല്ല, എനിക്കും പ്രയോജനമായി. എൻ്റെ മനസ്സും വികസിച്ചു. ഞാൻ പോകുന്നു സ്വാമി. ഭഗവാനെ പ്രണമിച്ച് അമ്മ യാത്രയായി. ഈശ്വരാമ്പയുടെ ശരീരം പുട്ടപർത്തിയിലേക്ക് അയച്ചിട്ട് ഭഗവാൻ കൃത്യം 9-ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ഹാളിലെത്തി. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെ കഴിയുന്നു? പ്രേമസ്വരൂപനായ പുത്രൻ, വാത്സല്യനിധിയായ അമ്മ, എങ്ങനെ ഈ വിരഹം താങ്ങാൻ സ്വാമിക്ക് സാധിക്കുന്നു? ഓരോരുത്തരുടെയും മനസ്സിൽ നാനാവിധ ചിന്തകൾ ഓടിക്കളിച്ചു. ഇതിനെല്ലാം ഉത്തരമായി ഭഗവാൻ പിന്നീട് അരുളി, അമ്മ ജീവനോടെ ഉള്ളപ്പോൾ സ്നേഹിക്കുക, ആദരിക്കുക, അവരെ സന്തുഷ്ടയാക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അമ്മ ശരീരം വിട്ടു പോകുമ്പോൾ എന്തിനു സങ്കടപ്പെടുന്നു? പലരും ചിന്തിച്ചു, ഈശ്വരാമ്പയുടെ ശരീരം പുട്ടപർത്തിക്ക് അയച്ചിട്ട് സ്വാമി ഇവിടെ നിൽക്കുന്നു. എന്തേ ഇങ്ങനെ? ഞാൻ എന്തിന് ആ ശരീരത്തിനൊപ്പം പോകണം? അമ്മ എങ്ങും പോയിട്ടില്ല. ശരീരം ഒരു വസ്ത്രം മാത്രം. അതൊരു തുകൽ ബാഗ് പോലെ. ജീവനില്ലാത്ത ശരീരത്തെ ഓർത്ത് എന്തിനു വിലപിക്കണം? വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തെ ഭൗതിക ബന്ധങ്ങളെല്ലാം നാം തന്നെ സൃഷ്ടിക്കുന്നവയാണ്. അതല്ലെങ്കിൽ ആർക്ക് ആരുമായിട്ടാണ് ബന്ധമുള്ളത്? മാതൃപിതൃബന്ധം ശാരീരികം മാത്രം. അമ്മ വന്നു, അമ്മ ചെയ്യേണ്ട ഭാഗങ്ങൾ നന്നായി ചെയ്തു, തിരിച്ചുപോയി. ഞാൻ എന്തിനു വന്നോ ആ ദൗത്യത്തിൽ ഞാനും മുഴുകിയിരിക്കുന്നു. സ്വാമി അരുളി. അതിൻ്റെ ഗഹനതയിൽ സദസ്യർ മൗനമാണ്ടു. അമ്മയുടെ ഉപദേശം. ചെറുപ്പകാലത്ത് സത്യനോട് കുടുംബകാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈശ്വരാമ്പ പറയും, മക്കളെ, ഏത് സാഹചര്യത്തിലും ആരെയും ഒരിക്കലും ഒരിടത്ത് വെച്ചും വെറുക്കരുത്. നീ എല്ലാവരെയും സ്നേഹിച്ചാൽ നിന്നെയും എല്ലാവരും സ്നേഹിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിക്കാനാവും? സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. സ്നേഹം ഒരിക്കലും ഒരു വഴി മാത്രം പോകുന്നതല്ല. അമ്മ പറഞ്ഞ ഇതേ വാക്കുകൾ ഭഗവാൻ ബാബ പിന്നെ എത്രയോ വട്ടം തൻ്റെ ദിവ്യപ്രഭാഷണങ്ങളിൽ ആവർത്തിച്ചു. സാക്ഷരൻ രാക്ഷസൻ. ഭഗവാൻ അനുവദിച്ച ഒരു കൊച്ചുമുറിയിൽ സന്തോഷത്തോടെ ജീവിക്കെ അമ്മയെ കാണാനായി നിരവധി ഭക്തന്മാർ ചെല്ലും. അധികം സ്ത്രീകളായിരിക്കും. അവരുടെ പരാതി മിക്കവാറും ഇങ്ങനെയാണ്,
അമ്മേ, എത്ര നാളായി ഞങ്ങൾ ഇവിടെ തങ്ങുന്നു. ഇനി കൂടുതൽ ദിവസം താമസിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണവുമില്ല. സ്വാമിയോട് ഞങ്ങൾക്കൊരു അഭിമുഖം തരാൻ പറയുമോ? ദീർഘശ്വാസം വിട്ട് മൃദുവായി ഗൗരവത്തോടെ അമ്മ മറുപടി പറയുന്നത് ഇങ്ങനെയായിരുന്നു: എൻ്റെ മക്കളെ, സ്വാമി കാഴ്ചയിൽ ചെറുതു തന്നെ. പക്ഷെ ആർക്കാണ് അവിടുത്തോട് എന്തെങ്കിലും നിർദ്ദേശിക്കാൻ കഴിയുക? ആരുടെയും ശുപാർശ കൊണ്ട് പ്രവർത്തിക്കുന്നവനല്ല സ്വാമി. ഓരോരുത്തരും അർഹിക്കുന്നത് അവിടുന്ന് സമ്മാനിക്കുന്നു. സ്വാമി എന്ന ദിവ്യതത്വത്തെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എത്ര ആഴമേറിയ കൃത്യമായ മറുപടി! ആത്മജ്ഞാനമില്ലാതെ ഇത്തരം മറുപടി പറയാനാകുമോ? തൻ്റെ ചുറ്റിനും കൂടുന്ന കുട്ടികളോടായി ഈശ്വരാമ്പ പറയാറുണ്ട്: നിങ്ങൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ, പക്ഷെ ശരിയായ കാര്യം പഠിക്കണം. അപ്പോഴേ സാക്ഷരനാകൂ. വിദ്യാഭ്യാസം നേരെ ചൊവ്വേ അല്ലെങ്കിൽ സാക്ഷരൻ രാക്ഷസനാകും. ലോകശാന്തി എങ്ങനെ? ഒരിക്കൽ ഈശ്വരാമ്പ കൗമാരപ്രായം വിടാൻ തുടങ്ങുന്ന മകനോട് ചോദിച്ചു. സത്യ, നിന്റെ പേരും പെരുമയും എല്ലായിടത്തും പരന്നു കഴിഞ്ഞു. ലോകം മുഴുവനും നിന്നെ കാണാനായി ഇങ്ങോട്ട് വരുന്നു. നിന്റെ സങ്കല്പശക്തിയാൽ ലോകത്ത് ശാന്തി സ്ഥാപിച്ചുകൂടെ? സ്വാമി അരുളി: ലോകശാന്തിക്കായി ഞാനല്ല സങ്കല്പിക്കേണ്ടത്. ഓരോരുത്തരും സ്വയമേവ ശാന്തി നേടണം. സത്യത്തിൽ മാനവ പ്രകൃതം തന്നെ ശാന്തിയാണ്. അവൻ ശാന്തി സ്വരൂപം, പ്രേമസ്വരൂപം. നീ തന്നെ പ്രേമം, ശാന്തി, സത്യം. സത്യം പറയുക, ധർമ്മം ആചരിക്കുക. ഈ തത്വങ്ങൾ ശീലിക്കാനായാൽ എന്തു നേടിയെടുക്കാനാകും. അങ്ങനെയേ ലോകശാന്തി ഉണ്ടാവൂ. ഭഗവാനോടൊപ്പമുള്ള മാതാപിതാക്കളുടെ ഹിമാലയം യാത്ര അത്ഭുതകരമായിരുന്നു. ഹിമവാന്റെ ഗാംഭീര്യവും തപസ്സും ഉടലെടുത്തതാണ് സ്വാമി എന്ന് ഈശ്വരാമ്പ യാത്രാവേളയിൽ തിരിച്ചറിഞ്ഞു. എത്രയെത്ര അലൗകിക അനുഭൂതികൾ ഭഗവാൻ ഈശ്വരാമ്പയ്ക്ക് സമ്മാനിച്ചു. ഒരു യാത്രയിൽ ഒരിക്കൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വന്ന് അമ്മ തൊഴുതു. അന്ന് അമ്മ തങ്ങിയത് ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള ഒരു ഹെഡ്മാസ്റ്ററുടെ വസതിയിൽ. ഓം തത്സത്ത്.